ഈ ഒരു ലെക്ചർ സീരീസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് യൂസിങ് ജാവ എന്ന് പറഞ്ഞൊരു ലാബിനെ കുറിച്ചാണ്. ഇത് KTUവിന്റെ 2019 സ്കീമിൽ ഉൾപ്പെട്ട ലാബാണ്. ഇത് പഠിക്കുന്നത് S3 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഈ ഒരു ലെക്ചർ സീരീസിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസും എല്ലാ എക്സ്പെരിമെന്റ്സും, ഇത് കൂടാതെ നമ്മുടെ ഒരു പ്രാക്ടീസ് സെഷൻസ് ആയിട്ട് കുറച്ച് പ്രോഗ്രാംസും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ലെക്ചർ സീരീസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സ്പെരിമെന്റ് നമ്പർ 7 ആണ്. ദാറ്റ് ഈസ് ഫയൽ ഹാൻഡ്ലിംഗ് യൂസിങ് റീഡർ ആൻഡ് റൈറ്ററിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ക്ലാസ്സസ് ഉണ്ട്. റീഡർ ക്ലാസ്സും ഉണ്ട്, ഫയൽ റീഡർ ക്ലാസ്സും ഉണ്ട്, ഫയൽ റൈറ്റർ ക്ലാസ്സും ഉണ്ട്. ഇതിനെപ്പറ്റി ഇതിന്റെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യം നമുക്ക് അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഫയൽ റീഡറിന്റെ ഫയൽ റൈറ്ററിന്റെയും ഞാൻ അതിന്റെ പ്രോഗ്രാം ചെയ്തതും അതിന്റെ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞതുമായിട്ടുള്ള വീഡിയോസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കാണുക. അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈ ഫയൽ റീഡർ എന്താണെന്നും റൈറ്റർ എന്താണെന്നുള്ള കാര്യം മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫയൽ റീഡർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫയൽ റൈറ്റർ ഉപയോഗിച്ച് ഒരു പ്രോഗ്രാം ചെയ്യുകയാണ്. പ്രോഗ്രാം എന്താ ചെയ്യുന്നത്? എൻ്റെ കയ്യിൽ ഒരു ഫയൽ ഉണ്ട്. ഓക്കെ, ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫയൽ ഉണ്ടെന്ന് വിചാരിക്കുക. test.txt. ഇതിനകത്ത് എൻ്റെ കയ്യിൽ കുറച്ച് കണ്ടന്റ് ഉണ്ട്. ABC എന്ന് പറയുന്ന കുറച്ച് കണ്ടന്റ് ഉണ്ട്. ഈ കണ്ടന്റിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? വേറൊരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യാൻ പോവാണ്. അല്ലെങ്കിൽ കോപ്പി ചെയ്യുക. അപ്പോൾ ABC എന്ന് പറഞ്ഞ് എനിക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിന്റെ ഫയലിന്റെ പേര് കോപ്പി എന്നാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? ഇവിടെ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഈ ഫയലിൽ നിന്ന് റീഡ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എന്ത് യൂസ് ചെയ്യും? ഫയൽ റീഡർ യൂസ് ചെയ്യും. രണ്ട്, ഈ ഫയൽ ഇവിടെ റീഡ് ചെയ്ത കാര്യം എനിക്ക് എന്ത് ചെയ്യണം? ഈ ഫയലിലേക്ക് റൈറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് യൂസ് ചെയ്യും? ഫയൽ റൈറ്റർ യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രോഗ്രാം ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് പ്രോഗ്രാം പോകുന്നത്. എക്സ്പെരിമെന്റ് നമ്പർ 7 ആണ്. ദാറ്റ് ഈസ് ഫയൽ ഹാൻഡ്ലിംഗ് യൂസിങ് റീഡർ ആൻഡ് റൈറ്ററിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ക്ലാസ്സസ് ഉണ്ട്. റീഡർ ക്ലാസ്സും ഉണ്ട്, ഫയൽ റീഡർ ക്ലാസ്സും ഉണ്ട്, ഫയൽ റൈറ്റർ ക്ലാസ്സും ഉണ്ട്. ഇതിനെപ്പറ്റി ഇതിന്റെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യം നമുക്ക് അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഫയൽ റീഡറിന്റെ ഫയൽ റൈറ്ററിന്റെയും ഞാൻ അതിന്റെ പ്രോഗ്രാം ചെയ്തതും അതിന്റെ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞതുമായിട്ടുള്ള വീഡിയോസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കാണുക. അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈ ഫയൽ റീഡർ എന്താണെന്നും റൈറ്റർ എന്താണെന്നുള്ള കാര്യം മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫയൽ റീഡർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫയൽ റൈറ്റർ ഉപയോഗിച്ച് ഒരു പ്രോഗ്രാം ചെയ്യുകയാണ്. പ്രോഗ്രാം എന്താ ചെയ്യുന്നത്? എൻ്റെ കയ്യിൽ ഒരു ഫയൽ ഉണ്ട്. ഓക്കെ, ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫയൽ ഉണ്ടെന്ന് വിചാരിക്കുക. test.txt. ഇതിനകത്ത് എൻ്റെ കയ്യിൽ കുറച്ച് കണ്ടന്റ് ഉണ്ട്. ABC എന്ന് പറയുന്ന കുറച്ച് കണ്ടന്റ് ഉണ്ട്. ഈ കണ്ടന്റിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? വേറൊരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യാൻ പോവാണ്. അല്ലെങ്കിൽ കോപ്പി ചെയ്യുക. അപ്പോൾ ABC എന്ന് പറഞ്ഞ് എനിക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിന്റെ ഫയലിന്റെ പേര് കോപ്പി എന്നാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? ഇവിടെ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഈ ഫയലിൽ നിന്ന് റീഡ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എന്ത് യൂസ് ചെയ്യും? ഫയൽ റീഡർ യൂസ് ചെയ്യും. രണ്ട്, ഈ ഫയൽ ഇവിടെ റീഡ് ചെയ്ത കാര്യം എനിക്ക് എന്ത് ചെയ്യണം? ഈ ഫയലിലേക്ക് റൈറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് യൂസ് ചെയ്യും? ഫയൽ റൈറ്റർ യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രോഗ്രാം ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ റീഡ് ചെയ്യാം? ഫയലിൽ നിന്ന് നമുക്ക് സ്ട്രിംഗ് ആയിട്ട് നമുക്ക് എങ്ങനെ റീഡ് ചെയ്യാം എന്നുള്ള കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫയൽ റീഡർ എന്ന് പറയുന്ന ക്ലാസ് ആണ്. ഫയൽ റീഡർ. ഓക്കെ, ഫയൽ റീഡർ FR is equal to new file reader. എന്നിട്ട് എന്ത് ചെയ്യുക? ഫയലിന്റെ പേര് പറയുക. ഞാൻ testing.txt എന്ന് പറഞ്ഞാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഹലോ വേൾഡ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. നെക്സ്റ്റ് ലൈനിൽ I am സംഗീത് എന്ന് പറഞ്ഞ് എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ രണ്ട് ലൈൻ ഉണ്ട് എനിക്ക് ഈ ഒരു ക്ലാസ് മാത്രമല്ല, എനിക്ക് ഒരു ക്ലാസ്സും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്ത് ഒരു സ്ട്രിംഗ് ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേതാണ്? ബഫേർഡ് റീഡർ എന്നാണ് അതിനെ വിളിക്കുന്നത്. ബഫേർഡ് റീഡർ BR is equal to new buffered reader. എന്നിട്ട് എന്ത് പാസ് ചെയ്യുക? ഈ FR എന്ന് പറയുന്ന കാര്യം പാസ് ചെയ്യുക. ഓക്കെ,
നമ്മളെ ബഫർ റീഡർ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. റീഡിംഗ് ഫ്രം കൺസോളിൽ പഠിച്ചിട്ടുള്ള അതേ കാര്യം തന്നെയാണ് ബഫേർഡ് റീഡർ. അപ്പോൾ ഇവിടെ എന്താണ്, ഫയൽ റീഡർ ആണ്. ഫയൽ റീഡർ എന്ന് പറയുമ്പോൾ ഏത് ഫയലാണെന്നുള്ള കാര്യം നീക്കാനും. ബഫേർഡ് റീഡർ എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യുക, ഈ FR ഞാൻ ഇവിടെ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുക. എങ്കിൽ എന്താണ് സംഭവിക്കുക, then system dot out dot println br dot read line ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് റീഡ് ലൈൻ ചെയ്യുമ്പോൾ എനിക്കൊരു എക്സെപ്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് IO എക്സെപ്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ക്യാച്ച് ചെയ്യുക. ദാറ്റ് ഈസ് catch IO exception e system dot out dot println e dot get message. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് നോക്കി, ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഹലോ വേൾഡ് മാത്രമേ വന്നോളൂ. അതായത് എനിക്ക് ഫസ്റ്റ് ലൈൻ ഒരുമിച്ച് കിട്ടി. അതായത് ഫസ്റ്റ് ലൈൻ ഈ ഒരു ഫയലിനകത്തുള്ള ഫസ്റ്റ് ലൈൻ എനിക്ക് കിട്ടി. എനിക്ക് എന്ത് കിട്ടിയിട്ടില്ല, സെക്കൻഡ് ലൈൻ കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് എങ്ങനെ സെക്കൻഡ് ലൈൻ കിട്ടും, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രിങ് എടുക്കുന്നു, str while str is equal to br dot get line. ഓക്കെ, അത് എപ്പോഴോ നള്ളാകുന്നത് വരെ കണ്ടിന്യൂ ചെയ്യുക. നള്ളാകുന്നത് വരെ, ഇസ് നോട്ട് ഈക്വൽ ടു നള്ളാകുന്നത് വരെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, നമുക്ക് ആ ഫയലിലുള്ള എല്ലാ കണ്ടന്റും കിട്ടും. ഇവിടെ പ്രിന്റ് ചെയ്യേണ്ടത് എന്താണ്, str ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാ കണ്ടന്റും വരുന്നുണ്ടോ എന്ന്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ആ ഒരു ഫയലിനകത്തുള്ള എല്ലാ കണ്ടന്റും കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു ലൈൻ ബൈ ലൈൻ ആയിട്ട് ജാവയ്ക്കകത്ത് ഫയലിൽ നിന്ന് കണ്ടന്റ് റീഡ് ചെയ്യുന്നത്. എന്ത് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്, റീഡ് ലൈൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്. റീഡ് ലൈൻ ഏത് ക്ലാസിന്റെ ഫംഗ്ഷനാണ്, ബഫർ റീഡർ എന്ന് പറയുന്ന ക്ലാസിന്റെ ഫംഗ്ഷനാണ്. നൗ എനിക്ക് എന്ത് ചെയ്യണം, ഈ സ്ട്രിങ്ങിനെ ഒരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യണം. കോപ്പി, നേരത്തെ ചെയ്ത അതേ സാധനം തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്ന കോപ്പി. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യേണ്ടത് ഫയൽ റൈറ്റർ ആണ്. ഫയൽ റീഡർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ റൈറ്റ് ചെയ്യാൻ എന്താണ് യൂസ് ചെയ്യേണ്ടത്, ഫയൽ റൈറ്റർ ആണ്. ഓക്കെ, ഫയൽ റൈറ്റർ, ഫയലിന്റെ പേര് പറയാ, കോപ്പി ഡോട്ട് txt. ഓക്കെ, എന്നിട്ട് റീഡ് ചെയ്തെടുത്ത സ്ട്രിങ് ഞാൻ എങ്ങോട്ടേക്ക് റൈറ്റ് ചെയ്യുന്നു, f.write of str എന്ന് ഞാൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ റീഡ് ചെയ്ത str ഞാൻ എങ്ങോട്ടേക്ക് റൈറ്റ് ചെയ്തു, FW റൈറ്റ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ഫയൽ ലൂപ്പ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഫയൽ എല്ലാം ചെയ്ത് കഴിഞ്ഞു, കോപ്പി ചെയ്ത് കഴിഞ്ഞു എങ്കിൽ എന്ത് ചെയ്യുക, രണ്ട് ഫയലിനെയും എന്ത് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ റൈറ്റ് ചെയ്യുമ്പോൾ ക്ലോസിംഗ് മാൻഡേറ്ററി ആണ്, എങ്കിൽ മാത്രമേ ആ ഒരു സംഭവം സേവിങ് നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ FW.write മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ എഴുതുക. അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കുക, ഞാൻ ടെസ്റ്റിനകത്ത് ഹലോ വേൾഡ് ഉണ്ടായിരുന്നു, മൈ നെയിം ഈസ് സംഗീതം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്തോ ഒരു റീലോഡ്, അതായത് മോഡിഫൈ ചെയ്തിട്ടുണ്ട്, അത് റീലോഡ് ചെയ്യാൻ ഞാൻ പറയാണ്. യെസ്, അപ്പോൾ നോക്കിയേ, അപ്പുറത്തെ ഫയലിലുള്ള ഹലോ വേൾഡും വന്നു, പിന്നെ ഐ ആം സംഗീതം വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു ഫയലിലെ കണ്ടന്റ് ഇപ്പുറത്തേക്ക് കോപ്പി ചെയ്യുന്നത്. ഓക്കെ,